യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും വലിയ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യും. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രതിസന്ധികൾക്കും മധ്യത്തിൽ വഴികൾ തുറന്ന് നമ്മളെ സഹായിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് വലിയ തീഷ്ണത ഉള്ളവരായിട്ട് മാറണം. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളിലും വലിയ തീഷ്ണതയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം വളരെ പെട്ടെന്ന് ഇടപെടും. ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടമിത, ദൈവീക കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് തീഷ്ണതയില്ല. ഇത്രയൊക്കെ മതി, അല്ലെ ഇങ്ങനെയൊക്കെ മതി, പ്രാർത്ഥിച്ചില്ലെങ്കിലും പള്ളിയിൽ പോയില്ലെങ്കിലും കുർബാനയിൽ കൂടിയില്ലെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല. ആ ദൈവത്തെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളിലും തീഷ്ണത നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ശക്തമായ തിരിച്ചടികളുണ്ടാകും. പ്രത്യേകിച്ച് സാത്താൻ്റെ ആധിപത്യം വ്യക്തികളിലും കുടുംബങ്ങളിലും ശക്തമായിട്ട് കടന്നു വരും. ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെ അങ്ങയുടെ കുടുംബത്തിൽ സാത്താന് കടന്നു കയറുക എളുപ്പമല്ല. മക്കബായുടെ പുസ്തകം 1 മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, വിജാതിയരുടെ കടന്നുകയറ്റത്തിലൂടെ യഹൂദന്മാരുടെ ഇടയിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് അവർ വിതച്ചു. പല യഹൂദന്മാർ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം കുറഞ്ഞു. ലോകത്തിൻ്റെ അരൂപിക്ക് വിധേയപ്പെട്ട് അവർ ജീവിക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും അനുസരിക്കാനുള്ള താല്പര്യം കുറഞ്ഞു. അങ്ങനെ യഹൂദ സമൂഹം ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് പുരോഹിതനായിരുന്ന മത്താത്യാസിന് 5 മക്കളുണ്ടായിരുന്നു. അതിലൊരു മകൻ്റെ പേരാണ് യൂദാസ് മക്കബെയൂസ്. 1 മക്കബായർ 2-ാം അധ്യായത്തിൻ്റെ 2-3 വചനങ്ങളിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. മക്കബെയൂസ് എന്ന യൂദാസ് 5 മക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. യൂദാസ് മക്കബെയൂസ് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവനായിരുന്നു. കാരണം പിതാവ് മത്താത്യോസ് വലിയ തീഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനും കൂടിയായിരുന്നു. മത്താത്യാസ് തൻ്റെ മക്കളെ ദൈവഭക്തിയിലും ദൈവീക കാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരുമായിട്ടാണ് വളർത്തിയത്. അപ്പം അന്നത്തെ ആ ജനസമൂഹത്തിൻ്റെ ഇടയിൽ തിന്മ കടന്നു വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് മത്താത്യാസ് മുൻനിരയിൽ ഉണ്ടായിരുന്നു. 1 മക്കബായർ 2-ാം അധ്യായത്തിൻ്റെ 15 വചനങ്ങൾ, ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യാൻ മൊദയിൽ നഗരത്തിലെത്തി.
മതത്യാഗത്തിന് പ്രേരിപ്പിച്ചു. അതുമാത്രമല്ല, അന്യദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാനായിട്ട് അവരെ നിർബന്ധിച്ചു. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവിടെ അടുത്തു ചെന്നു. മത്താത്യാസും പുത്രന്മാരും അവിടെ ഒരുമിച്ച് കൂടി. രാജസേവകർ മത്താത്യാസിനോട് പറഞ്ഞു, ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണ നിനക്കുണ്ട്. സകല വിജാതീയരും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസന അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. അവിടെ പറയണം, അനേകം യഹൂദന്മാരും യൂദാ ഗോത്രത്തിലുള്ളവരും വിജാതീയ ദൈവങ്ങളെ ആരാധിച്ചു, കുമ്പിട്ടു, ബലിയർപ്പിച്ചു. നീ ഇവിടുത്തെ പ്രമുഖനാണ്, നീയും അതുപോലെ ചെയ്യണം. ഇപ്പോൾ രാജശാസന അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. നീ ഇങ്ങനെ ചെയ്താൽ മതി. വിജാതീയ ദൈവങ്ങളെ ആരാധിച്ചാൽ, ബലിയർപ്പിച്ചാൽ, വണങ്ങിയാൽ നീ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കും. രാജസേവകൻ്റെ പ്രലോഭനം തീരുന്നില്ല. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും. മത്താത്യാസിനോട് പറയുക, നിനക്കും പുത്രന്മാർക്കും സ്വർണവും വെള്ളിയും എല്ലാ ബഹുമതികളും തന്ന് രാജാവ് ആദരിക്കും. നീ വിജാതീയ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കണം, ആരാധിക്കണം, മതത്യാഗത്തിന് തയ്യാറാവണം. മത്താത്യാസ് ധീരമായിട്ട് നിൽക്കുകയാണ്. ഉള്ളിലെ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് എരിയുന്ന മത്താത്യാസ് എന്ന പുരോഹിതനും തൻ്റെ 5 മക്കളും ധീരമായിട്ട് ഇക്കാര്യങ്ങളെ എതിർക്കുകയും ഇതിനെ നേരിടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു. എന്നാൽ മത്താത്യാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു. മത്താത്യാസ് ദൃഢസ്വരത്തിൽ പറഞ്ഞു, ആത്മധൈര്യത്തോടെ പറഞ്ഞു, രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. മത്താത്യാസ് പറയുക, രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് എല്ലാവരും മതത്യാഗം ചെയ്താലും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും ദൈവത്തെ തള്ളിപ്പറയത്തില്ല. ദൈവത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. തൻ്റെ ഇടത്തോടെ മത്താത്യാസ് പറയുക. ആത്മാവിൽ ജ്വലിക്കുന്ന ധീരനായ കർത്താവിൻ്റെ പുരോഹിതൻ. മക്കൾ 5 പേരും അവരും ധീരന്മാരാ. അവർ പ്രധാനി യൂദാസ് മക്കേബൂസ് ആയിരുന്നു. ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ വ്യക്തികൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും വചനത്തെ ഓർത്ത് തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന ഒരു കുടുംബം. ഒരു നാളും ഞങ്ങൾ ദൈവത്തിൻ്റെ നിയമവും കൽപ്പനകളും തിരസ്കരിക്കത്തില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കത്തില്ല. ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് അണുവിട ഞങ്ങൾ വ്യതിചലിക്കത്തില്ല. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം ലോകമെമ്പാടും ശരിക്കും ക്രൈസ്തവ വിശ്വാസികൾ മതത്യാഗം ചെയ്യുന്നവരായിട്ട് മാറുക. വിശ്വാസത്തിൽ തീഷ്ണത നഷ്ടപ്പെട്ട് സ്വന്തം മതവിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വിധേയപ്പെടുവാനും അവർക്ക് കീഴ്പ്പെടുവാനും ഒക്കെ തയ്യാറാകുന്ന ധാരാളം വിശ്വാസികളെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇത് പാടില്ല.
നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രത്യേകിച്ച് സഭ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, സഭയുടെ പാരമ്പര്യ വിശ്വാസങ്ങൾ, ഇക്കാര്യങ്ങളിൽ നമ്മൾ തീഷ്ണത ഉള്ളവരായിട്ട് മാറണം. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ തീഷ്ണതയുള്ളവരാണെങ്കിലേ മക്കളും തീഷ്ണതയിലേക്ക് വരത്തുള്ളൂ. ഈ നാളുകളിൽ എത്രയോ യുവാക്കന്മാരാണ് വിശ്വാസമില്ലാതെ ജീവിക്കുന്നവർ. അവർക്ക് വിശ്വാസം വേണ്ട, ദൈവത്തെ വേണ്ട. എത്രയോ പെൺകുട്ടികളാണ് വിജാതിൻ്റെ പിന്നാലെ വിവാഹം കഴിച്ചു പോയിരിക്കുന്നത്. രക്ഷകനായ യേശുവിനെ ജീവിക്കുന്ന ദൈവത്തെ മറന്നുകൊണ്ട് വിജാതിയോടൊപ്പം കടന്നു പോകുന്ന ധാരാളം ആളുകളെ ലോകമെമ്പാടും നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരിയേറെ ഭിന്നതയും പ്രതിസന്ധികളും സഭയ്ക്കുള്ളിലുണ്ട്. നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ട, ആത്മാവിൽ ജ്വലിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട്, ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം എരിയണം, ഹൃദയം ജ്വലിക്കണം. മത്താത്യാസിൻ്റെയും മക്കളുടെയും ഹൃദയം ജ്വലിച്ചു. അവർ വലിയ തീഷ്ണമതികളായിട്ട് മാറുകയാണ്. വീണ്ടും നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. മത്താത്യാസ് ധൈര്യപൂർവ്വം ഇവരെ ശക്തിപ്പെടുത്തി. രാജസേവകനും പടയാളികളൊക്കെ ഇവരെ നിർബന്ധിച്ചു. ഇവർ മതത്യാഗത്തിന് വഴങ്ങിയില്ല. മത്താത്യാസ് ഇപ്രകാരം പറയുകയാണ്. 1 മക്കബായർ 2-ാം അധ്യായത്തിൻ്റെ 62, 63, 64 വചനങ്ങൾ. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർ അശക്തരാവത്തില്ല. അവരെ ദൈവം ശക്തിപ്പെടുത്തും എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു. ദൈവനിഷേധികൾ ഇന്ന് പ്രകീർത്തിക്കപ്പെടുന്നു. ദൈവനിഷേധികളുടെ കൂടെ കൂടുവാൻ ആളുണ്ട്. സാത്താൻ ആരാധനക്കാർ, ഫ്രീമേസൺ വർഷിപ്പുകാർ, അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർ, അങ്ങനെ ദൈവത്തെ ജീവിക്കുന്ന സത്യദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സാത്താൻ്റെ പിന്നാലെ പോകുന്നവർ. അനേക രാജ്യങ്ങളിൽ സാത്താൻ ആരാധനക്കാർക്ക് ദേവാലയമുണ്ട്. ഉറപ്പാണ് ഈ ലോകത്തിൻ്റെ മേൽ ശക്തമായ തിരിച്ചടികളും നാശങ്ങളും ശിക്ഷകളും ഉണ്ടാകും. ഒരു സംശയമില്ല കാര്യത്തിൽ. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ പ്രകൃതി പോലും മനുഷ്യന് എതിരായിട്ട് മാറുകയാണ്. ഈ അടുത്ത നാളിൽ ജർമ്മനിയിൽ വലിയ വെള്ളപ്പൊക്കം, ചൈനയിൽ, ബെൽജിയത്തിൽ, അനേകം രാജ്യങ്ങളിലെ വെള്ളപ്പൊക്കത്താൽ വലിയ ദുരിതങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും സംഭവിച്ചു. നമ്മുടെ രാജ്യത്ത് മഹാരാഷ്ട്രയിൽ, കേരളത്തിൽ തന്നെ 2 തവണ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. അങ്ങനെ ലോകത്തിൽ നാശങ്ങൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. ജാതിയോടും മതത്തോടും ഒക്കെ എതിർക്കുന്നു. കൊലപാതകങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനവരാശി അന്ത്യനാളുകളിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. നമ്മൾ ദൈവത്തെ തേടണം, ദൈവത്തെ മുറുകെ പിടിക്കണം, ദൈവീക കാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരായിട്ട് മാറണം. കർത്താവിൻ്റെ 2-ാം വരവിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കണം. വരും കാലഘട്ടങ്ങൾ, വരും വർഷങ്ങൾ ലോകത്തിൻ്റെ മേൽ വലിയ തകർച്ചകളുണ്ടാകും, വലിയ ദുരന്തങ്ങളുണ്ടാവും. ഉറപ്പാണിത്. വലിയ പ്രതിസന്ധികൾ ലോകത്തിൻ്റെ മേൽ വന്നിരിക്കും. ഇപ്പോഴുള്ള ഈ വൈറസ് ദുരന്തത്തിലൂടെ, ഈ മഹാമാരിയിലൂടെ എത്രയോ ലക്ഷം പേര് മരിച്ചു. എല്ലാ മേഖലകളും സ്തംഭിച്ചു. എത്രയോ പേര് ആത്മഹത്യ ചെയ്തു. കടഭാരങ്ങൾ, ജീവിത തകർച്ചകൾ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മറുവശത്തൊന്ന് സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വിശ്വാസം
തണുത്ത് ഉറഞ്ഞു പോകുന്നു. ദൈവസ്നേഹം തണുത്തു മരവിച്ചു പോകുന്നു. സഹോദര സ്നേഹം ലോകത്തിൻ്റെ സുഖങ്ങളിലും ജഡത്തിൻ്റെ സുഖങ്ങളിലും താല്പര്യങ്ങളിലും മുഴുകി ജീവിക്കുന്ന ഒരു പരുറ്റ മനുഷ്യരെ ലോകമെമ്പാടും നമ്മൾ കാണുകയാണ്. ഉറപ്പാണ്, മാനവരാശിയുടെ മേൽ വലിയ തകർച്ചകളും ദുരന്തങ്ങളും ദുരിതങ്ങളും കടന്നു വരും. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊരു വഴിയില്ല. ആരെങ്കിലുമൊക്കെ മാനവരാശിക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാനുണ്ടോ? ദൈവപിതാവിൻ്റെ കരുണ ഒഴുകും. ഇല്ലെങ്കിൽ യേശു അന്ത്യനാളുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ ഈ ലോകത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ്. വചനം പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു, അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. ദൈവത്തിൻ്റെ നിയമങ്ങളിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ, സഭ പഠിപ്പിക്കുന്ന പാരമ്പര്യ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കണം. നമ്മൾ വ്യതിചലിച്ചു പോകാനായിട്ട് പാടില്ല. അടിയുറച്ച വിശ്വാസത്തിൻ്റെ തീഷ്ണമതികളായിട്ടുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് മാറണം. വിശ്വാസത്തിൽ കർത്താവിന് വേണ്ടി ഉജ്ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. ലോകം കടന്നു പോകുന്ന ഈ ഞെരുക്കത്തിൻ്റെ നാളുകളിൽ നമ്മൾ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിച്ചു കൊള്ളുക. 1 മക്കബായർ 3-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. മത്താത്യാസിൻ്റെ പുത്രൻ മക്കബിയൂസ് എന്ന യൂദാസ് നേതൃത്വമേറ്റെടുത്തു. സഹോദരന്മാരും പിതാവിൻ്റെ പക്ഷം ചേർന്നു നിന്നവരും അവനെ സഹായിച്ചു. യൂദാസ് മക്കബിയൂസ് നേതൃത്വമേറ്റെടുത്തു. എല്ലാവരും യൂദാസിൻ്റെ ഒപ്പം കൂടെ സഹായിച്ചു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി. ഇസ്രായേലിന് വേണ്ടി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം ഇസ്രായേൽ, അവർക്ക് വേണ്ടി അവർ പോരാടുകയാണ് ശത്രുക്കൾക്കെതിരെ. അവൻ സ്വജനത്തിൻ്റെ കീർത്തി പരത്തി, മല്ലനെ പോലെ മാർക്കവചം ധരിച്ചു, ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു, വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. അവൻ യുദ്ധമുഖത്ത് ധീരനായിട്ട് നിന്ന് ശത്രുക്കളോട് പോരാടി. 4-ാമത്തെ വചനം പറയുന്നു, പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു. ഇരക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ ഉണ്ടോ? അവൻ പ്രവർത്തനങ്ങളിൽ ഒരു സിംഹക്കുട്ടിയെ പോലെ ആയിരുന്നു. ഇരക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെ. ഒരു സിംഹത്തിൻ്റെ ആ ഒരു ഇരയെ പിടിക്കാനുള്ള ഒരു ഉത്സാഹമുണ്ടല്ലോ, അതുപോലെ ദൈവിക കാര്യങ്ങളിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ തീഷ്ണമതിയായിരുന്നു യൂദാസ് മക്കബിയൂസ്. സിംഹക്കുട്ടിയെ പോലെയായിരുന്നു അവൻ, ഇരക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെ പോലെ. അധർമ്മികളെ അവൻ തെരഞ്ഞുപിടിച്ചു, ജനദ്രോഹികളെ അഗ്നിക്കരയാക്കി. ദുർമാർഗികൾ ഭയന്ന് പിന്മാറി, ദുർവൃത്തർ പരിഭ്രാന്തരായി. അവൻ്റെ കീഴിൽ വിമോചനത്തിൻ്റെ മാർഗം തെളിഞ്ഞു. ഹല്ലേലൂയാ. അവൻ്റെ കീഴിൽ വിമോചനത്തിൻ്റെ മാർഗം തെളിഞ്ഞു. യൂദാസ് മക്കബിയൂസ് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുന്ന വിജാതിയർക്കെതിരെ അവൻ പോരാടി. വിമോചനത്തിൻ്റെ കാഹളം മുഴക്കുവാനായി യൂദാസ് മക്കബിയൂസിനെ ദൈവം മുൻനിരയിൽ നിർത്തുകയാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ മാനവരാശിക്ക് വിമോചനം നൽകാനായി ക്രിസ്തു മനുഷ്യനായിട്ട് പിറന്നു. മാനവരാശിയുടെ ഏകരക്ഷകനായി
സർവശക്തനായിട്ടവൻ ഭൂമിയിൽ പിറന്നു. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തുന്നിട്ട് അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവനിലൂടെ മാത്രമാണ് മാനവരാശിക്ക് വിമോചനമുള്ളത്. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന്, തീരാ രോഗങ്ങളിൽ നിന്ന്, ലോകം ഇന്ന് നേരിടുന്ന ഈ വലിയ തകർച്ചയിൽ നിന്ന് വിമോചനം തരുവാൻ ഒരേ ഒരു വ്യക്തിക്കേ സാധിക്കൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. വിമോചനം നൽകുവാൻ വേണ്ടിയ എല്ലാ മേഖലകളിലും യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. അവനിലൂടെ മാത്രമാണ് നമുക്ക് വിമോചനം ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവനിലൂടെ മാത്രമാണ് നിത്യമായ ഒരു ജീവിതം നമുക്ക് വേണ്ടി ക്രിസ്തു തരുന്നത്. ഹല്ലേലൂയ. യൂദാസ് മക്കബെയൂസ് ശക്തമായിട്ട് ഇസ്രായേലിന് നേതൃത്വം കൊടുത്തു. അങ്ങനെ ശക്തമായിട്ട് അവർ പോരാടുകയാണ്. ആ പോരാട്ടത്തിൽ അവർ വലിയ വിജയത്തിലേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കുക, മാനവരാശിയെ നാശത്തിൻ്റെ പിടിയിലേക്ക് തള്ളുന്ന പൈശാചിക ശക്തിയുടെ പ്രവർത്തനം ഇന്ന് ശക്തമാണ് ലോകമെമ്പാടും. പിശാചിന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അനേക വ്യക്തികളിലൂടെ, പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ സഭയ്ക്കെതിരെ, വിശ്വാസികൾക്കെതിരെ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും. അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, സാത്താന് ക്രിസ്തുവിൻ്റെ മക്കളെ, ക്രിസ്തുവിൻ്റെ സഭയെ ഇഷ്ടമല്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താ? ക്രിസ്തുവിൻ്റെ സഭയെ തകർക്കുക, വിശ്വാസികളെ ചതറിക്കുക, വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം എടുത്തുകളയുക. പഴയ നിയമ കാലഘട്ടത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. ആ കാലഘട്ടത്തിലൊക്കെ ദൈവം ആരെയെങ്കിലുമൊക്കെ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് ശക്തമായിട്ട് ഇസ്രായേലിനെ ദൈവം നയിച്ചു. 1 മക്കബയർ 3-ാം അധ്യായത്തിൻ്റെ 16 വചനങ്ങൾ പറയുന്നു, ശത്രുക്കളുമായിട്ട് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിന് യൂദാസ് മക്കബെയൂസ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. യുദ്ധം ആരംഭിച്ചു. സൈന്യം അവരോടൊപ്പം പുറപ്പെട്ടു. സൈന്യം യൂദാസ് മക്കബെയൂസിനോടൊപ്പം പുറപ്പെട്ടു. അവൻ ബെത്ത്ഹോരോൻ ചുരത്തോട് അടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടുകൂടി അവനെതിരെ ചെന്നു. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. വളരെ കുറച്ചാളുകളെ യൂദാസ് മക്കബെയൂസിൻ്റെ കൂടെയുള്ളൂ. എതിരെ വരുന്നത് ബൃഹത്തും വലിയൊരു സൈന്യമാണ്, വലിയൊരു പടയാ, ശത്രുവിൻ്റെ പടയാണ് ഇവരെ തകർക്കാനായിട്ട് വരുന്നത്. അപ്പം കൂടെയുള്ളവർ പറയുകയാണ്, നമ്മൾ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. ഇന്നാണ് നമ്മൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, മൊത്തം നമ്മൾ ക്ഷീണിച്ച് തളർന്നാണ് ഇരിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് എന്ന് ഒരു വ്യക്തി, ആ കൂട്ടത്തിലുള്ള വ്യക്തി യൂദാസ് മക്കബെയൂസിനോട് ചോദിച്ചു. അതിന് യൂദാസ് മക്കബെയൂസ് കൊടുത്ത മറുപടി ശക്തമാണ്. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും. അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കുവാൻ കുറച്ചു പേർക്ക് കഴിയും. കാരണം ജീവിക്കുന്ന ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. സർവശക്തനായവൻ നമ്മുടെ പക്ഷത്തുണ്ട്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ജീവിക്കുന്ന ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം
വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൽ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ബൃഹത്തായ ഒരു സൈന്യത്തെ തകർക്കുവാനായിട്ട് യൂദാസ് മക്കബീസിനും വളരെ കുറച്ച് പടയാളികൾക്കും സാധിക്കണം. അവർ ശക്തമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. അവരെ കീഴ്പ്പെടുത്താൻ വന്ന സൈന്യം മുഴുവൻ പരാജയപ്പെട്ടു. വലിയ ഒരു വിജയത്തിലേക്ക് യൂദാസ് മക്കബീസും വളരെ കുറച്ചാളുകളും ഒത്തുചേർന്ന് വിജയം നേടുന്ന ഒരു വലിയ അനുഭവമാണ് ഇവിടെ പറയുന്നത്. അവരെല്ലാം നിലം പരിശാക്കി. അവർ പരാജയപ്പെട്ടു. അവർ പിന്തിരിഞ്ഞോടി. അനേകായിരങ്ങൾ മരിച്ചു വീണു. യൂദാസിനെ കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചുമുള്ള ഭയം എല്ലാ ദേശങ്ങളിലും വ്യാപരിച്ചു. ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായിട്ട് മാറി. അവൻ്റെ കീർത്തി രാജസന്നിധിയെത്തി. യൂദാസിൻ്റെ യുദ്ധവിജയങ്ങൾ വിജാതിയുടെ ഇടയിൽ സംസാര വിഷയമായി. ഇവിടെ യൂദാസ് മക്കബീസ് പറയുന്ന വചനമാണ് 20-ാമത്തെ വചനം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. യുദ്ധത്തിൽ യൂദാസ് മക്കബീസ് ശത്രു സൈന്യത്തെ അമ്പെ പരാജയപ്പെടുത്തി. ഇസ്രായേൽ യുദ്ധത്തിൽ വിജയം നേടി. നമുക്കറിയാം, ഇന്നും ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന ശക്തമായ രാജ്യം ഇസ്രായേൽ തന്നെയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ. അവരെ തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ആർക്കും സാധിക്കത്തില്ല. കാരണം അവർ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. ജീവിക്കുന്ന ദൈവം അവരോടൊപ്പമുണ്ട്. നമ്മൾ തിരിച്ചറിയുക, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നമുക്ക് വിശ്വാസത്തിൽ തീക്ഷ്ണതയുള്ളവരാകാം. ദൈവത്തിൻ്റെ കാര്യത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ, ദൈവഭക്തിയിൽ വലിയ തീക്ഷ്ണതയുള്ളവരായിട്ട് നമുക്ക് ജ്വലിക്കുന്നവരായിട്ട് മാറാം. അങ്ങനെയുള്ളവരെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പിശാചിനും സാധിക്കത്തില്ല. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ശക്തി വരും. നമുക്കിന്ന് കർത്താവ് തന്ന ശക്തി പരിശുദ്ധാത്മാവിൻ്റെ അപാരമായ ആ വലിയ ശക്തിയാണ്. നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് നിറയാം. വലിയ തീഷ്ണത കൊണ്ട് ജ്വലിക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.